ദൈവത്തിന്റെ വചനമായി നിങ്ങളുടെ ചേർന്നിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവത്തിന് വലിയ കൃപയ്ക്കാൻ ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരും സ്വകാര്യം വിശ്വസിക്കുന്നു. ഓരോരുത്തരും സ്വകാര്യങ്ങൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഒരു ചെറിയൊരു ചിന്ത നിങ്ങളോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഒരിക്കലും വായിക്കുന്നു, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഒരു വിഷയം പ്രാർത്ഥിക്കും. പിതാവേ, ഞങ്ങളുടെ ഈ വചനത്തിലൂടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനത്തിലൂടെ ആത്മശക്തമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറയ്ക്കണം. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. ആര്? ഈ അവൻ ഏലിയാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഞ്ഞും മഴയും പെയ്യുന്നില്ല. എന്നാൽ പിന്നത്തെ 3.5 വർഷം ഭൂമിയിൽ മുഴുവൻ കഷ്ടതയും ഭാരവും നിറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഏലിയാവ് പ്രാർത്ഥിക്കാനിരുന്നു. കർമ്മേലുകളിൽ യാഗം എല്ലാം സക്സസ് ആയി. അതിനുശേഷം ഏലിയാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ കയറി. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യമല്ല, 4 പ്രാവശ്യം, 5 പ്രാവശ്യം, 6 പ്രാവശ്യം, 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ അവനൊരു കാഴ്ച കണ്ടു. സ്തോത്രം, ഒരു കൈമേഘം അവന് വേണ്ടി ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് ഈ യാക്കോബ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്തു. ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടഞ്ഞു, അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്തു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് തുറക്കാനും അറിയാം, ദൈവത്തിന് അടയ്ക്കാനും അറിയാം. ഇത് മനസ്സിലാക്കി ഏലിയാവ് എന്ന് പറഞ്ഞ ഭക്തൻ ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി നീ തുറന്നു തരണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം തുറക്കുന്നവനാണ്. അവൻ ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചു. കാരണം ഏലിയാവ് പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇസബേൽ കൊല്ലാനോടിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, കെരീതോടിന്റെ കാര്യത്തിൽ പ്രാർത്ഥിച്ചു, അതുപോലെ വിധവയുടെ വീട്ടിൽ പ്രാർത്ഥിച്ചു, പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ വിളിച്ചു പറയുന്നത് അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. എന്തിന്? ചില വർഷങ്ങൾക്ക് മുമ്പ് നിന്നുപോയി തിരിച്ചു കിട്ടാൻ. ഈ മിനിറ്റുകളിൽ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ആരോടോ ദൈവത്തിന് ഒരു ദൂതുണ്ട്. നീ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്ക്. നീ വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നിന്നുപോയത് പലതും നിന്റെ വീട്ടിൽ വരും. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ തലമുറകളുടെ മധ്യേ നിന്നുപോയത്, അസ്തമിച്ചു പോയത്, ഇവിടെ ബൈബിളിൽ ഇരിക്കുന്നു, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്തു. മഴ പെയ്തു. നിന്നുപോയത്, 3.5 വർഷങ്ങൾക്ക് മുമ്പ് നിന്നുപോയത് ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ അത് വീണ്ടും വന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ കണ്ണുനീരിൽ അത് നിന്റെ കുടുംബത്തിനകത്ത് വീണ്ടും വരും. നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിനക്കൊന്ന് ആരാധിക്കാൻ കഴിയുമോ? നിനക്കൊന്ന് നിലവിളിക്കാൻ കഴിയുമോ? യാക്കോബ് ഊതി പറയുകയാണ്, വീണ്ടും പ്രാർത്ഥിച്ചു. കാരണം ഒത്തിരി പ്രാർത്ഥിച്ച മനുഷ്യൻ ഏലിയാവ്. ചൂരച്ചെടി തണലിൽ പ്രാർത്ഥിച്ചു, കരീതോട്ടിന്റെ കരയെ കിടന്ന് പ്രാർത്ഥിച്ചു. എവിടെല്ലാം കർത്താവേ തകർന്നു തകർന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴും അവന്റെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്. പക്ഷെ യാക്കോബ് എടുത്തു പറയുന്നത് അതല്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? ആകാശത്തിന് മഴ വരണം, ഒരു നന്മ ഇറങ്ങി വരണം. ഒരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. അടുത്തത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പ്രാർത്ഥനയിൽ ചില വിളവുകളുണ്ടായി. പ്രാർത്ഥിച്ചത് മുഖാന്തരം ചില വിളവുകളുണ്ടായി. ആരോ ദൈവത്തിന് ദൂത് പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ, നീ ഒന്ന് കരഞ്ഞാൽ, നീ ഒന്ന് നിലവിളിച്ചാൽ, ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ വിളവില്ലെന്ന് പറയുന്നിടത്ത് വിളവ് തരുന്നൊരു ദൈവമുണ്ട്. ഒരു വിളവും വരാത്തെടുത്ത് വിളവ് തരുന്നൊരു ദൈവമുണ്ട്. നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ട്. എവിടേക്ക് നിർത്തിയത്, മേലെ അടച്ചുപൂട്ടിയത് നിനക്ക് തരുന്നൊരു ദൈവമുണ്ട്. നൽകിക്കാമോ? ഒരു സമർപ്പിക്കാമോ? ആരെങ്കിലും കണ്ണുകടയ്ക്കൊന്ന് പ്രാർത്ഥിക്കും. പിതാവേ, ഈ മിനിറ്റ് ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുന്നു. പിതാവേ, നൽകിയ വചനത്തിനായി സ്തോത്രം. ഏലിയാവ് മനുഷ്യൻ, അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പാവെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോ ആകാശം വീണ്ടും മഴ പെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് അടഞ്ഞത് ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ തുറന്നു വന്നുവെങ്കിൽ ഈ ജനത്തിന്റെ പ്രാർത്ഥനയിൽ കഴിഞ്ഞ 3.5-4 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു അടഞ്ഞുപോയത് പലതും യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുറക്കുക മാത്രമല്ല,
വീണ്ടും ചില കൊയ്ത്തുകൾ നടക്കണം, വീണ്ടും ധനശേഖരണം നടക്കണം, ധാന്യശേഖരണം നടക്കണം. അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. സ്വർഗ്ഗം വലുത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, 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 ആമേൻ. God bless you. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.